പോകും. അങ്ങനെ ഓരോ സ്റ്റേഷനും ഓരോ മണമുണ്ട്. ഒന്ന് പോ ചെറിയച്ചാ. നീ ഇരിക്കി കഴിക്കാം. വിശന്നിട്ട് വയ്യ. എന്തായി ജോലിയുടെ അപ്ഡേറ്റ്സ്? സ്റ്റേഷനിലേക്ക് മാറ്റം നോക്കണ്ട. ഇതാണ് സുഖേട്ടാ, സ്റ്റേഷനൊക്കെ ഹെവിയാ. ആ നീ ഇത്ര വേഗം വന്നാ? അന്ന് നേരത്തെ കഴിഞ്ഞു. നിനക്ക് കേട്ടോ ഒരെണ്ണം. അവളെവിടെ? ഞാൻ അവളെ വിളിക്കാം. ഭാവനോടി ഇരുന്നേ. ഈ പരിപാടി ഇങ്ങനെ പോയി ശരിയാവില്ല. എനിക്കെന്റെ മക്കൾക്കൊരു മുട്ട പൊരിച്ചു കൊടുക്കാൻ പറ്റണില്ല. നിനക്കറിയാലോ, പ്രഭാകരേട്ടൻ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അവിടെ വരണേ. അങ്ങേർക്ക് ഇഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത്. അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് കെട്ടിക്കല്ല വേണ്ടത്. നീ ഒന്ന് അടങ്ങ് സുലു. വേറെ സാരി തരുന്ന കുട്ടിയല്ലേ, നമ്മുടെ രീതിയായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. നീ കഴിക്കി. എന്താണ്? ഭാനുവിന് ഇഷ്ടമാണോ? എന്താ ഇവിടെ ചേച്ചിക്കും ചേട്ടനൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഭാനുവിനെ ശരിക്കും ഇഷ്ടമാണോ? ഞാൻ നല്ലൊരു ഭാര്യയല്ലേ? നീ അടിപൊളിയല്ലേ? എടോ, അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോട് എന്ത് ഇഷ്ടക്കുറവ്? സോറി. നമുക്കേ പെട്ടെന്ന് തന്നെ വീട് മാറാം. നമുക്ക് പതിയെ മാറിയാൽ മതി. എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ? വളയോ? ആ, ഒരൊറ്റ വള. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു വള? അതെന്താ, കാര്യങ്ങൾ ബോധ്യയില് ബാനു വള മേടിച്ചിടാൻ പറ്റുന്നുണ്ടോ? അയ്യോ, തമ്പുരാട്ടി ആഗ്രഹിച്ച വള നാളെ തന്നെ കയ്യിലിട്ടരും പോരെ? മാഡത്തിന് ശരിക്കും എന്ത് വളയാ വേണ്ടത്? എടോ, ഈ ആന്റി കളക്ഷൻ, ഈ ട്രഡീഷണൽ. ഇതൊക്കെ ആന്റി കളക്ഷൻസ് ആണ് മാഡം. ഇതൊന്നും അല്ല. ഇത് നല്ല വീതിയൊക്കെ ആയിട്ട് 2 സൈഡിലെ കൊത്തുപണികളും നല്ല പച്ചക്കല്ലൊക്കെ ആയിട്ട്. പച്ചക്കല്ല്. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത് മോളെ? മാഡം ഇതൊന്ന് നോക്കൂ. ഇതൊന്നും അല്ല. ഇതിനെന്താണ് കുഴപ്പം? ഇത് ബാനു പറഞ്ഞ് മനസ്സിലാവില്ല. ഇതിനൊന്നൊരു തറവാടത്തില്ല. നീ അതല്ല ഇതല്ല എന്ന് പറഞ്ഞൊരു ചുക്കും നടക്കില്ലട്ടാ. നിനക്ക് വള തന്നെയാണോ ആവശ്യം, അതോ നിന്റെ തറവാടിത്തം മറ്റേ? ബാനു, വിശു സോറി, ഞാനേ പെട്ടെന്ന്. കൈവിട് ബാനു, വിട്. എന്നെ കെട്ടിക്കൊണ്ടെന്ന വകയില് ബാനു വരെ ചെലവൊന്നും ഉണ്ടായില്ലല്ലോ? ഉണ്ടോ? വിശു, നീ ഇതെന്തൊക്കെയാണ് ഈ പറയണത്? അത് ബാനുവിന്റെ ഇമോഷൻ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ അനുഭവിച്ച അപമാനം അത് ബാനുവിന്റെ അപമാനം തോന്നാത്തോണ്ട്. ഞാൻ കണ്ട വള ആക്ഷയ സെന്ററിലെ പീറപ്പുണ്ടെങ്കിൽ ഇപ്പഴും ഇരിപ്പുണ്ട്. ബാനു പച്ചാണെങ്കിൽ അവിടെ വരെ പോവാ. അതിന്റെ ഫോട്ടോയോ മോഡലോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്കതുപോലത്തെ വള തന്നെ വേണം. ഹസ്തസൂത്രം നോക്കി നേത്രം പാനപാത്രം മാസമാത്രം. ഹസ്തസൂത്രം നോക്കി നേത്രം പാനപാത്രം അതിനാശമാത്രം.
ഇയാൾ പ്രായത്തിൽ വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് മതി. യൂണിഫോം ഇട്ട് ഇങ്ങനെ മൂഞ്ചിക്കോ. എന്ത് പണിയാ കാണിച്ചത്? ഒന്ന് നൊസ്റ്റാൾജിയ പിടിച്ച് വരില്ലേനോ? എന്നാ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് വള്ളി ട്രോസ് ഇട്ട് റോട്ടിലൂടെ ഓർഡറാ. അല്ല